ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടദശാധ്യായനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. കേൾക്കാമല്ലോ അല്ലയോ? കേൾക്കാം. നമ്മളിനി 51-ാമത്തെ ശ്ലോകമാണ്. അമോഘെ വായിക്കാമോ? അമോഘെ വായിക്കാം സാറേ. കർമ്മജം ഭുക്തിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്താ പദം ഗച്ഛന്ത്യനാമയം. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനികൾ ബുദ്ധിയോഗത്തെ ആശ്രയിച്ച് കർമ്മഫലം ഉപേക്ഷിച്ച് ജന്മബന്ധത്തിൽ നിന്ന് മുക്തരായി ദുഃഖരഹിതമായ പരമപദം പ്രാപിക്കുന്നു. സമത്വ ബുദ്ധി കൈവരിച്ച് കർമ്മയോഗത്തിന് തയ്യാറാവൂ എന്ന് പറഞ്ഞുവല്ലോ, അതുകൊണ്ടുള്ള പ്രയോജനം സ്പഷ്ടമാക്കുന്നു. യഥാർത്ഥ ജീവിതകാല വശം നയിക്കുന്ന ജ്ഞാനികൾ കർത്തവ്യ കർമ്മങ്ങളൊക്കെയും ഫലകാംക്ഷി ഇല്ലാതെ സമചിത്തതയോടെ ചെയ്യുന്നു. മനുഷ്യനെ സംസാരത്തിൽ ബന്ധിക്കുന്ന അഹന്തയും സ്വാർത്ഥ കാമനകളും അവർക്കില്ല. ഉള്ളിലുദിക്കുന്ന ചിന്തകളിൽ അഭിമാനിക്കുമ്പോഴാണ് അഹങ്കാരം ഉടലെടുക്കുന്നത്. കർമ്മഫലത്തിൽ കണ്ണുവെച്ച് പ്രവർത്തിക്കുക എന്നതാണ് അഹങ്കാരത്തിന്റെ സ്വഭാവം. അഹങ്കാരവും ഫലേച്ഛയുമില്ലാതെ സമബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന കർമ്മയോഗി വാസന മാലിന്യങ്ങൾ മുഴുവൻ തുടച്ചു നീക്കി പരമപ്രദം പ്രാപിക്കുന്നു. കഴിഞ്ഞ ശ്ലോകത്തിന്റെ കണ്ടിന്യൂഷൻ പോലാണെന്നല്ലോ ഈ ബുദ്ധിയോഗം. നേരത്തെ പറഞ്ഞല്ലോ, ബുദ്ധിയോഗം വെച്ചാല് നമ്മുടെ വിവേകത്തെ ആശ്രയിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ വികാരത്തെ ആശ്രയിക്കാതെ, വികാരമാണ് നമ്മുടെ ജന്മസിദ്ധാവുള്ള ഒരു ടെൻഡൻസി. അതാ. അപ്പം നമ്മളെ കർമ്മഫലത്തില് ഉള്ള ആ വികാരങ്ങളെ ആശ്രയിക്കാതെ നമ്മൾ വിവേകത്തിലോട്ട് വന്ന് സമചിത്തതയോട്ട് വന്ന് ആ കർമ്മഫലം ഉപേക്ഷിക്കുക. നമ്മൾ സംഘം, നമ്മൾ അങ്ങനെയുള്ള അതുമായിട്ടുള്ള കർമ്മഫലമായിട്ടുള്ള സംഘം ഉപേക്ഷിച്ച്, എന്തുകൊണ്ടെന്നാൽ ജ്ഞാനികൾ ബുദ്ധിയോഗത്തെ ആശ്രയിച്ച് കർമ്മഫലം ഉപേക്ഷിച്ച് ജന്മബന്ധത്തിൽ നിന്ന് മുക്തരായി ദുഃഖരഹിതമായ പരമപദം പ്രാപിക്കുന്നു, ആത്മസാക്ഷാത്കാരം നേടുന്നു എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരു കാര്യം സത്യമാണ്, നമ്മളെല്ലാവരും കർമ്മഫലം അനുഭവിക്കാൻ നമ്മൾ വിധിയുന്നും ഉണ്ടല്ലോ. നമ്മുടെ ഒരു വിധി, ഇത് കർമ്മഫലം ഈ വന്നേ പറ്റൂ. പക്ഷേ നമുക്ക് ഈ കർമ്മഫലത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. അത് മനുഷ്യന് മാത്രമേ പറ്റത്തുള്ളൂ. കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടതാണ്. പക്ഷെ ആരനുഭവിക്കണം? ഇപ്പൊ ഞാൻ ദേഹം ബുദ്ധി എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ എന്നുള്ള വെച്ചാല് ഈഗോ, ഞാൻ എന്നുള്ള ഒരു അഹംഭാവമാണ് ഈ അനുഭവിക്കുന്നത്. ഇപ്പം ഞാൻ പരമാത്മ ചൈതന്യത്തിന്റെ അംശമാണെന്നുള്ള ധാരണയിൽ ഞാൻ ശരീരമല്ല. ആ ഒരു ധാരണ നമ്മൾ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കർമ്മഫലവും നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത പോലും. അതാണ് ജ്ഞാനികൾ എന്ന് പറയുന്നത്. കർമ്മഫലത്തെ, ഈ ബുദ്ധിയോഗത്തെ ആശ്രയിച്ച് കർമ്മഫലം ഉപേക്ഷിക്കും. നമ്മള് വികാരത്തിലിരിക്കുമ്പോഴാണ്, വികാരത്തിലിരുന്നാൽ നമ്മുടെ ഈ കർമ്മഫലം എല്ലാം നമ്മൾ അനുഭവിക്കും. ആരനുഭവിക്കും? ഞാൻ അനുഭവിക്കും. ആക്ച്വലി ഞാനല്ല യഥാർത്ഥ ഞാൻ ജീവാത്മാവാ. അപ്പൊ എനിക്ക് ഈ കർമ്മഫലം എന്നെ ബാധിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ദേഹം ബുദ്ധിയാന്നുള്ള ഭാവത്തിൽ നിന്ന് ഞാൻ പരമാത്മ ചൈതന്യത്തിന്റെ ഒരു അംശമാണ്. ഇതൊക്കെ നമ്മൾ ഈ അനുഭവങ്ങളെല്ലാം വന്നു പോകുന്നത് പോലെ ഒന്നും നിത്യമല്ല. നമ്മൾ ഈ ഒരു പാരമാർത്ഥ്യ സത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുവാണെങ്കിൽ കർമ്മഫലം നമ്മളെ അലട്ടത്തില്ല. ആ കർമ്മഫലം വരും എന്റെ ശരീരത്തിന്, പക്ഷെ എന്റെ മനസ്സിനെ ബാധിക്കത്തില്ല, എനിക്ക് ദുരിതം ഉണ്ടാവത്തില്ല. നമുക്ക് നമ്മുടെ എല്ലാവരുടെയും കേസ് ഇതാ. നമുക്ക് ഈ രണ്ടു തരത്തിൽ ഇതിനെ കൊണ്ടുപോകാം. ഈ പാരമാർത്ഥ്യ സത്യങ്ങളെ മനസ്സിലാക്കി എന്റെ ജീവിതത്തിനെ ഉയർത്തിയാൽ എനിക്ക് ഈ കർമ്മഫലത്തിൽ നിന്ന് എനിക്ക് മുക്തി നേടാം. അതേസമയത്ത് ഞാൻ വികാരത്തിലിരുന്ന് ഈ കർമ്മഫലം എനിക്ക് അനുഭവിക്കുകയും ചെയ്യാം. ഇത് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടതാണ്. അതായിട്ട് പറയുന്നത് ഈ സമചിത്തതയും ഈ ജ്ഞാനികൾ എന്ന് പറഞ്ഞ പ്രത്യേക ഒരു വിഭാഗവും ഇല്ല. നമുക്ക് ഓരോരുത്തർക്കും ജ്ഞാനിയാകാം. ഈ ജ്ഞാനിയാകുക എന്ന് പറഞ്ഞാൽ എന്തുവാ? വികാരത്തിലിരുന്ന് പ്രവർത്തിക്കാതെ
ഈ കർമ്മഫലം എന്ന് പറയുന്നത് എന്റെ വികാരങ്ങളാ. എന്റെ വാസനയിലിരുന്ന എനിക്ക് ഇഷ്ടവും അനിഷ്ടവും. എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ഇഷ്ടമില്ലാത്ത ചെയ്യത്തില്ല. ഞാൻ ഈ രീതി ചെയ്തുകൊണ്ടിരുന്നാൽ, എന്റെ ഇഷ്ടത്തിനനുസരിച്ചും അനിഷ്ടത്തിനനുസരിച്ചും ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് കർമ്മഫലം അനുഭവിക്കാം. കർമ്മഫലം അനുഭവിക്കേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുവാണെങ്കിൽ നമുക്ക് ഈ വരുന്ന അനുഭവങ്ങളെ നമ്മൾ വിവേകത്തിൽ, ഇപ്പം ഇതിനകത്ത് നമ്മൾ കർമ്മഫലത്തിൽ നിന്ന് ഒളിച്ചോടി പോവുകയല്ല. ഈ കർമ്മഫലം വരുമ്പോൾ നമ്മൾ വിവേകത്തിൽ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അനുസരിച്ചല്ല, ധർമ്മം ഏതാ അതാ വിവേകം. അത് എതിനെ ബേസ് ചെയ്താ? എന്നെ നിലനിർത്തുന്ന ഒരു ശക്തിയുണ്ട്. ആ പരമാത്മ ചൈതന്യത്തിന്റെ വാല്യൂസിൽ ഞാൻ കർമ്മങ്ങൾ ചെയ്താൽ, ഏത് കർമ്മങ്ങള്? എന്നിൽ വന്നു ചേരുന്ന വാസന കർമ്മങ്ങളുണ്ടല്ലോ, എനിക്ക് അനുകൂലമല്ലാത്തതും പ്രതികൂലമല്ലാത്തതും ഒക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതിനെ ഞാൻ വികാരത്തിൽ നേരിടാതെ ഞാൻ വിവേകത്തിൽ എന്നുവെച്ചാല് ഞാൻ ആ ബുദ്ധിയോഗത്തിൽ, അതാ ബുദ്ധിയോഗം. ബുദ്ധി എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഇന്റലക്ട്, ആ ഒരു ബുദ്ധിയല്ല. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്, എനിക്ക് എല്ലാം അറിയാൻ ഒത്തിരി കാര്യവിവരങ്ങളുണ്ട്, ആ ബുദ്ധിയല്ല. നമ്മുടെ വികാരങ്ങളെല്ലാം മാനേജ് ചെയ്ത് നമ്മൾ ഇതെന്റെ വാസനയാണെന്നും ഞാൻ ആ വികാരത്തിൽ മാറി എന്നിലുള്ള ഒരു വിവേകം, ആ പരമാത്മ ചൈതന്യത്തിൽ വരുന്ന പ്രകാശമാണ് എന്റെ ബുദ്ധിയിൽ, എന്റെ ഇന്റലക്റ്റിൽ തട്ടി എന്റെ ബാക്കി വെച്ചിട്ട് എനിക്കൊരു ഡയറക്ഷൻ കിട്ടും. ആ വിവേകത്തിൽ പ്രവർത്തിച്ചാൽ, എന്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ പ്രവർത്തിക്കാതെ ധർമ്മം ഏതെന്ന് നോക്കി നിത്യാനിത്യം, ഏത് നിത്യം ഏത് അനിത്യം, ഈ അനുഭവങ്ങളെല്ലാം അനിത്യമാ. ഓരോ അനുഭവങ്ങളും അങ്ങനെ നിൽക്കത്തില്ല, അത് വരും പോകും. ഇപ്പൊ ഞാൻ ഈ വരുന്ന അനുഭവത്തിൽ ഇത് ഞാൻ അനുഭവിക്കുക എന്ന് പറഞ്ഞിട്ട് അനുഭവിക്കാനെങ്കിൽ അനുഭവിച്ചുകൊണ്ട് പോകാം. ഇതിൽ വന്ന് എന്റെ കർമ്മഫലം വന്നു പിക്കോട്ടെ. ഞാൻ മാറി നിന്ന് വിവേകത്തിൽ ഇതിനെ കാണുകയാണെങ്കിൽ ഈ കർമ്മഫലം എന്നെ ബാധിക്കത്തില്ല. അതാ നമുക്ക് ഈ കർമ്മഫലം അതുകൊണ്ട് നമുക്ക് ഈ സോക്ക ഗെക്കായി എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ടല്ലോ ഈ ബുദ്ധിസത്തിന്റെ, ജപ്പാനിലൊക്കെ. അപ്പൊ ആദ്യത്തെ അതിനകത്തിൽ അവർ പറയുന്നുണ്ട്, വി ക്യാൻ ചേഞ്ച് അവർ കർമ്മ. എന്നുവെച്ചാൽ എന്തോ, നമ്മുടെ കർമ്മഫലത്തിനെ നമുക്ക് മാറ്റിയെടുക്കാം. എങ്ങനെ മാറ്റിയെടുക്കാം? ഈ കർമ്മഫലങ്ങളിൽ ഇല്ലാതാവുന്നല്ല എന്റെ അർത്ഥം, എന്റെ മനസ്സിനെ അത് ടച്ച് ചെയ്യത്തില്ല. അതാണ്. അല്ലാതെ കർമ്മഫലം വന്നേ പറ്റൂ. രാമകൃഷ്ണ പരമഹംസർക്കും മറ്റേ രമണ മഹർഷിക്കുമൊക്കെ അവരുടെ പ്രാരബ്ധമുണ്ട്, സഞ്ചിത കർമ്മം, വാസന. അവർ ശരീരത്തിന് അവർക്ക് ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ക്യാൻസർ, അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അത് അവരുടെ ശരീരത്തിന്, മനസ്സിനെ അതേ ബാധിച്ചിട്ടില്ല. എന്ന് പറയുന്ന പോലെ നമ്മുടെ ഏത് കർമ്മങ്ങളും ഞാൻ ശരീരബുദ്ധിയിൽ, ഞാൻ ശരീരമാണെന്നുള്ള ഒരു ബുദ്ധിയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ അത് അനുഭവിക്കാൻ, ഞാനത് അണ്ടർഗോ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതേസമയത്ത് ഞാൻ ഈ പരമാത്മ ചൈതന്യത്തിൽ മാറി നിന്നാൽ നമുക്ക് ഈ ഏതിനെയും നമുക്ക് ഒരു സാക്ഷിഭാവത്തിൽ കണ്ടുപോകാം. അല്ലാതെ അതെന്നെ എന്റെ മനസ്സിനെ ടച്ച് ചെയ്തില്ല. ഇത് നമ്മൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്തെടുക്കണം. അല്ലാതെ നമുക്ക് തന്നെ നമ്മള് ജ്ഞാനികൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗവും ഇല്ലല്ലോ. നമ്മൾ ഈ സാധാരണ ഇതിൽ നിന്ന് ഈ പാരമാർത്ഥ സത്യങ്ങളെ അറിഞ്ഞ് ആദ്യം ശ്രവണത്തിൽ കൂടെ കേട്ട് അത് മനനം ചെയ്ത് അതെന്റെ സ്വഭാവമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇതെന്നെ ബാധിക്കത്തില്ല. കർമ്മഫലം എനിക്ക് ബാധകമല്ല. കർമ്മഫലം വന്നു പോകുന്നു, അത് കർമ്മഫലത്തെ തടുത്തു നിർത്തുമല്ല ചെയ്യുന്നത്. കർമ്മഫലം വന്നു പോകുന്നു, പക്ഷെ എന്റെ മനസ്സിനെ ബാധിക്കുന്നില്ല. അതാ നമ്മുടെ ശരീരം ബുദ്ധി എന്നുള്ള ഇരിക്കുമ്പോഴാണ് എന്നെ അത് ബാധിക്കുന്നത്. അപ്പം ഇതൊരു വലിയ കാര്യമായി. കാരണം ഒരു വലിയൊരു സത്യമായത്. ഈ സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിച്ചാൽ വളരെ പ്രയാസമാണ്. പക്ഷെ പ്രാക്ടീസ് ചെയ്താൽ ചെയ്യാനൊക്കാത്ത ഒരു കാര്യങ്ങളും ഇല്ല. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്നുവെച്ചാൽ അതിന് ഓരോ ദിവസത്തെ ഓരോ ചെറിയ കർമ്മങ്ങളിലും നമുക്ക് വന്നു ചേരുന്ന കർമ്മങ്ങളിലെല്ലാം ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ നോക്കി കണ്ടാൽ നമ്മൾ വികാരത്തിൽ നിന്ന് മാറി ചെയ്യാൻ നമ്മൾ ശീലിക്കും. അങ്ങനെ ശീലിച്ച് മനസ്സിന്റെ ഉയർച്ച ഉണ്ടാവും. എന്റെ മനോതലം ഉയരും. ഞാൻ ഈ സമചിത്തത ഉണ്ടല്ലോ, നമ്മുടെ സുഖം, ഇങ്ങനെ ദ്വന്ദ്ഭാവങ്ങള്, പെയർ ഓഫ് ഓപ്പോസിറ്റ്സ് എന്നുള്ള സുഖദുഃഖം, ലാഭനഷ്ടം, ജയം പരാജയം, ഇങ്ങനെയുള്ള എത്രയോ ദ്വന്ദ്ങ്ങളുണ്ട് നമ്മുടെ അനുഭവത്തില്. അനുകൂലം, ജനറലായിട്ട് പറഞ്ഞാൽ അനുകൂലവും പ്രതികൂലവും. ഈ അനുകൂലം വന്നാലും പ്രതികൂലം വന്നാലും എനിക്ക് ഒരുപോലെ. അല്ലാതെ അനുകൂലം വരുമ്പോൾ ഞാൻ അങ്ങോട്ട് മേപ്പോട്ട് പോവുകയും പ്രതികൂലമായിട്ടുള്ള വരുമ്പോൾ ഞാൻ താപ്പോട്ട് പോവുകയും ചെയ്യുന്നതാണ് നമ്മുടെ വികാരത്തിൽ കൂടെയുള്ള അതിന് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ റിയാക്ട് ചെയ്യരുത്, റെസ്പോണ്ട് ചെയ്യാന്നുള്ളത്. ഈ ഒരു സംഗതി നമ്മൾ പ്രാവർത്തികമായിട്ട് ഓരോ ചെറിയ കർമ്മങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഈ ജ്ഞാനികൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ജ്ഞാനികൾക്ക് വെച്ചാൽ എന്തുവാ, അങ്ങനെ ഒരു പ്രത്യേക വിഭാഗമില്ല. നമുക്കിത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഈ തലത്തിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മൾ സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ,
അതാ ആത്മസാക്ഷാത്കാരം. നമ്മൾ ഈ മുക്തി മോക്ഷം എന്നൊക്കെ പറയുന്നത് എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ് പരമമായ മോക്ഷം, മുക്തി. അത് ഈ മരിച്ചിട്ട് കിട്ടുന്ന ഒരു അവസ്ഥയല്ലല്ലോ അത്. നമ്മളെ ഈ ശരീരം വിടുന്ന ഈ ജീവാത്മാവ് ശരീരം വിടുന്നതിന് മുമ്പ് കിട്ടേണ്ട ഒരു അവസ്ഥയാണ് മുക്തി മോക്ഷം എന്നുള്ളത്. നമ്മൾ ഈ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്ക് ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ നമ്മൾ സ്വപ്നം കണ്ടെത്തുന്ന പോലെ, നമ്മൾ സ്വപ്നം കണ്ടു, ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വപ്നമല്ലെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ, നമ്മൾ ഈ ജാഗ്രതയിലിരിക്കുന്ന ഈ പാരമാർത്ഥി ഇങ്ങനെയുള്ള സത്യങ്ങൾ, ഈ ഒരു കർമ്മഫലങ്ങളെ പാരമസത്യം അറിഞ്ഞ് ഞാൻ വേറെ തലത്തിൽ നിന്നുകൊണ്ട് ഒരു സാക്ഷിഭാവത്തിൽ കാണുന്നു. ഞാൻ എങ്ങനെ ഉണർന്നു കഴിഞ്ഞ് സ്വപ്നത്തെ കുറിച്ച് ആലോചിക്കുന്നേ, അതേ എഫക്റ്റില് എനിക്ക് ഈ ഒരു മനസ്സിനെ ഒന്ന് ഉയർത്തിയാൽ ഈ ജാഗ്രത നടക്കുന്ന, ഈ കർമ്മഫലത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ നോക്കി കാണാം. ഒന്നും അഫക്റ്റ് ആവത്തില്ല നമുക്ക്. ഇത് നമ്മൾ തന്നെ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് മനനം ചെയ്ത് അതിനെ എന്റെ സ്വഭാവമാക്കണം. നിധിധ്യാസനം, ശ്രവണം, മനനം, നിധിധ്യാസനം, ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് സ്റ്റേജ് വെക്കുന്നതേ ഉള്ളൂ. അത് ഇമ്പോസിബിൾ. കൃഷ്ണ അതുകൊണ്ടാണ് നമ്മൾ ഈ ഭഗവത്ഗീത പഠിക്കുന്നത്. ഓരോരുത്തരും അർജുനന്മാരാ. അർജുനും ഇതുപോലെ ഉയർന്നതാ. അതുകൊണ്ടല്ലയോ അങ്ങനെ ഒരു ഭാഗ്യം അർജുനന് കിട്ടിയത്. നമ്മൾ അത് അറിയാനുള്ള ആഗ്രഹം. ഇതെല്ലാം പഠിക്കുമ്പോൾ ഇതൊക്കെ പിന്നെ പഠിക്കാൻ നമ്മൾ മാറ്റി വെക്കും. അത് ഈ സമയത്ത് ഇത് കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ ഇതിനെ ശ്രമിച്ച് നമ്മൾ ഈ ഒരു സമചിത്തത, മനസ്സിന്റെ സമചിത്തതയാണ് യോഗം എന്നൊക്കെ പറയുന്നത്. ഈ ബുദ്ധിയോഗം, ഇതെല്ലാം നമ്മൾ ആദ്യം മൈൻഡിനെ സാമ്യാവസ്ഥയിൽ കൊണ്ടുവരാൻ പരിശീലിക്കണം. നമ്മൾ ഓരോ ചെറിയ ചെറിയ കർമ്മത്തിലും നമ്മൾ വേറൊരാളെ ബോധ്യപ്പെടുത്താനല്ല, ഇത് നമ്മൾ തന്നെ ഓരോ ചെറിയ കാര്യങ്ങളിൽ കൂടെ ആണ് ഈ ഒരു പ്രാക്ടീസ് കൊണ്ടുവരേണ്ടത്. ഇതാണ് ഇതിനകത്ത് പറയുന്നത്. ഈ ജ്ഞാനികൾ എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് നമുക്ക് വെക്കുന്ന കാര്യം തന്നെ. നമ്മൾ പ്രയത്നിക്കണോ അതിനു വേണ്ടി. എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ദുർഗാനന്ദ സ്വാമി പറയുന്ന പോലെ കൊച്ചുമാ, അത് നമ്മള് ഈ ശരീരമല്ല, ഞാൻ ഈ ശരീരമല്ല, ഞാൻ നമ്മൾ ആ പരമാത്മാവാണ് എന്നുള്ള ബോധത്തോടെ ഇരുന്നാൽ നമുക്ക് ഇതെല്ലാം സാക്ഷിഭാവത്തോടെ കൂടെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അതായത് സാക്ഷിഭാവത്തോടെ ഇരുന്നാൽ നമ്മളെ കർമ്മത്തില് ഇതില്ല, ബന്ധനം ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്നല്ലേ പറയുന്നത്? നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും, പക്ഷെ അതുമായിട്ട് സംഘമില്ലാതെ, അതുമായിട്ട് അറ്റാച്ച്ഡ് അല്ലാതെ, സംഘമില്ലാതെ ചെയ്യാൻ പറ്റും. അതെ, ഈ ബോഡിയായിട്ട് നമുക്ക് ബോഡിയെ ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആ പരമാത്മാവിന്റെ ഭാവമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറ്റാച്ച്മെന്റ് വരത്തില്ല, കർമ്മബന്ധം ഉണ്ടാവത്തില്ല എന്നല്ലേ? അതെ. ഈ ദുർഗാനന്ദ സ്വാമി പറഞ്ഞ ഏറ്റവും വലിയൊരു പോയിന്റ് ഇതാ, എന്നിലെ ഞാനും എന്നിലെ താനും. ഈ ഞാൻ എന്ന് പറയുന്നത് അഹന്തയിലിരിക്കുന്ന ഞാൻ അതാണല്ലോ. അഹന്തയിലിരിക്കുന്ന ഞാനും ജീവാത്മ ചൈതന്യ, പരമാത്മ ചൈതന്യത്തിന്റെ അംശമായ ഒരു താനും, അത് ഇതെല്ലാം സാക്ഷിഭാവത്തിൽ കാണുകയാണ്. അങ്ങനെ നമ്മൾ പരിശീലിക്കണം. ഇത് എന്റെ കർമ്മഫലം കൊണ്ടാണ് എനിക്ക് ഇതെല്ലാം വന്നു ചേരുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിന് വിഷമിക്കണം. എന്നിൽ നിന്ന് പോയത് വന്നു പൊയ്ക്കോട്ടെ. നമുക്കിപ്പോ ഒരു ധാരണയുണ്ട്, ഇതൊന്നും ഞാൻ ചെയ്തതല്ലേ, ദൈവം എനിക്ക് എന്തെല്ലാം ശിക്ഷ തരുന്നു എന്നുള്ള അന്ധമായിട്ടുള്ള ചില വികാരങ്ങൾ ഇരിക്കുന്നുകൊണ്ടാണ് നമുക്ക് ഈ ഡിജക്ഷൻ വരുന്നത്, ഫ്രസ്ട്രേഷൻ വരുന്നതിന് കാരണം. ഇതൊന്നും ഞാൻ ചെയ്തതല്ല, ഞാൻ ഒന്നും ചെയ്യാതെ എത്രയോ പേര് അധർമ്മം ചെയ്യുന്നു, അവരൊക്കെ നല്ല അനുഭവങ്ങൾ വരുന്നു, എനിക്ക് മാത്രം ഈ ദുരനുഭവങ്ങൾ വരുന്നു. ഈ ദൈവം എന്തൊരു ഇതാ നമ്മളെല്ലാം ഈ പാരമാർത്ഥ സത്യങ്ങളെ അറിയുമ്പോൾ, ഇതിന്റെയൊക്കെ കാര്യകാരണങ്ങളെ കുറിച്ച് അറിയുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഇതെല്ലാം വിടും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യാൻ തുടങ്ങണം. ഞാനും താനും, നമ്മളിൽ തന്നെ രണ്ട് ഫാക്ടർ ഉണ്ട്. അത് നമുക്ക് എപ്പോഴും നമുക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ചില കാര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് ചെയ്യും, കുറെ കഴിഞ്ഞ് വികാരങ്ങളൊക്കെ കെട്ടടം വെച്ചു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു തോന്നും. അപ്പൊ നമ്മളിൽ തന്നെ രണ്ട് ഫാക്ടർ ഉണ്ട്. ഒരു ഞാൻ എന്നുള്ള ഫാക്ടർ, എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഒരു ഞാനും ഉണ്ട്. എല്ലാം അങ്ങനെ ഒന്നും ചെയ്യണ്ടായിരുന്നു, എടുത്തു ചാടി പ്രവർത്തിക്കണ്ടെന്ന് പിന്നൊരു സമയത്ത് തോന്നുന്ന ഒരു ഞാനും ഉണ്ട്. അതാണ് ഈ ഞാനും താനും. ആ ഒരു ഭാവത്തിലോട്ട് നമ്മൾ എപ്പോഴും, അത് നമുക്ക് ആ സമയത്ത് വരണം. ഇതെല്ലാം കുറെ കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ആ വികാരത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഈ താൻ ഫാക്ടർ വരത്തില്ല. അത് എന്തുകൊണ്ടാണ് വരാത്തത്? നമ്മൾ ഈ വികാരത്തിൽ തള്ളിച്ചെല്ലുകൊണ്ടിരിക്കുക, ആ വികാരത്തിനെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നില്ല. അതങ്ങ് വന്ന് കെട്ടടങ്ങി നമ്മൾ വേണ്ടാത്തതൊക്കെ ചെയ്തു കൂട്ടി ആ വികാരങ്ങളെല്ലാം കെട്ടടങ്ങുമ്പോഴാ ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു, നീ ഇതൊക്കെ വേണ്ടാതൊക്കെ നമ്മളിൽ തന്നെ ഒരാളിരുന്ന് നമ്മളോട് പറയും, നീ കാണിച്ചു കൂട്ടിയെല്ലാം വൃത്തികേടല്ലേ എന്നൊക്കെ. നമ്മളിൽ ഒരു ഫാക്ടർ ഉണ്ട്, അതാണ് താൻ. അതാണ് ജീവാത്മത്തില് ഇരിക്കുന്ന പരമാത്മാവ്. ജീവാത്മഭാവത്തിൽ ഇരിക്കുന്ന പരമാത്മാവാണ് ഈ സാക്ഷിഭാവത്തിൽ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ സാക്ഷിഭാവത്തിൽ കാണാൻ നമ്മൾ ശ്രമിക്കണം. അമ്മോൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സാറേ, ഇല്ലില്ല, ക്ലിയർ ആണ്.
മഞ്ജുവിന് വായിക്കാവോ അടുത്ത ശ്ലോകം 52-ാമത്തെ? ഗീതജിക്ക് വായിക്കാവോ? മഞ്ജുവിന് വല്ല വായിക്കോ യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. എപ്പോൾ നിന്റെ ബുദ്ധി ഭ്രാന്തിദോഷത്തെ അതിക്രമിക്കുമോ അപ്പോൾ കേൾക്കേണ്ടതിലും കേട്ടതിലും ഉദാസീന ഭാവം കൈവരും. ബുദ്ധിയിലെ മോഹകാലുഷ്യം നീങ്ങുമ്പോഴാണ് ശരിയായ വൈരാഗ്യം കൈവരുക. എന്തിന്റെ നേരെ വൈരാഗ്യം എന്ന് കാണിക്കാൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ സൂചിതാർത്ഥം ഗ്രഹിക്കേണ്ടതാണ്. ശ്രോതവ്യം കേൾക്കാനിരിക്കുന്നത്, കേട്ടിട്ടില്ലാത്തത് എന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് അനുഭവിക്കാനിരിക്കുന്ന സകല വിഷയങ്ങളെയും സൂചിപ്പിക്കുന്നു. ശ്രുതം കേട്ടു കഴിഞ്ഞത് എന്നതുകൊണ്ട് ഇന്നോളം അനുഭവിച്ചു കഴിഞ്ഞ വിഷയങ്ങളെയും സൂചിപ്പിക്കുന്നു. അവ രണ്ടിന്റെ നേരെയും ഉദാസീന ഭാവം കൈവരും. എപ്പോൾ? ബുദ്ധിഭ്രാന്തി ദോഷത്തെ അതിക്രമിക്കുമ്പോൾ. ശുദ്ധജ്ഞാന സ്വരൂപിയായ ആത്മാവ് എന്തോ ഒരു വ്യാമോഹത്തിൽ കുടുങ്ങിയ പോലെയാണ് വ്യവഹരിക്കുന്നത്. ആത്മാവിന്റെ തന്നെ അനിർവചനീയ ശക്തിയായ മായയുടെ പണിയാണിത്. കാരണമായ മായ അവ്യക്തമാണ്, അതിനെ കാണാൻ പറ്റില്ല. അതിന്റെ കാര്യമായ ഭ്രാന്തി നമ്മിലൂടെ പ്രകടമാവുന്നു. നമ്മുടെ ഉള്ളിൽ രണ്ട് വായിക്കാം. നമ്മുടെ ഉള്ളിൽ രണ്ട് തലങ്ങളിലായി രണ്ട് വിധത്തിൽ മായയുടെ പ്രവർത്തനം നടക്കുന്നുവെന്ന് സൂക്ഷ്മ നിരീക്ഷണ പടുക്കളായ ആചാര്യന്മാർ കണ്ടുപിടിച്ചു. ശുദ്ധ ചൈതന്യമാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപമെങ്കിലും അതറിയാൻ പറ്റാത്ത വിധത്തിൽ ബുദ്ധിയിൽ ഒരു മറയായി വർത്തിക്കുന്ന മായാശക്തി വിശേഷത്തെ ആവരണം എന്ന് പറയും. ബുദ്ധിക്ക് ആത്മതത്വം അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അനാത്മവസ്തുക്കളെ ആത്മാവെന്ന് കരുതി മനസ്സ് ഭ്രമിക്കുന്നു. മായയുടെ ഈ ശക്തിവിശേഷത്തെ വിക്ഷേപം എന്ന് പറയും. കർമ്മയോഗാനുഷ്ഠാനം വഴി അന്ധഃകരണം ശുദ്ധമാവുമ്പോൾ പരമാത്മാവിന്റെ സാന്നിധ്യം അറിയാനുള്ള കഴിവ് ബുദ്ധിക്ക് കിട്ടുന്നു. വ്യാമോഹത്തിന്റെ ബാധയിൽ നിന്ന് മുക്തമായ ബുദ്ധി അനാത്മവസ്തുക്കളുടെ മോഹനവലയിൽ ഇനി വീഴില്ല. എന്നാൽ ആത്മാനന്ദം ഉള്ളിൽ കണ്ടെത്തുന്നത് വരെയും ബുദ്ധി വിഷയാനന്ദം തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മേഘത്തിന്റെ മറവിൽ നിന്ന് സൂര്യൻ വെളിയിലായാൽ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നവർ വെയിൽ കായാനെത്തുകയായി. തീ കായുമ്പോൾ പുകയുടെ ശല്യമുണ്ടാവും. അത്തരം ശല്യമില്ലാത്തതും കൂടുതൽ സുഖപ്രദവുമാണ് വെയിൽ കായൽ. ബുദ്ധിയിലെ ആജ്ഞാന മറ നേർത്തു വരുന്നതോടെ ആത്മാനന്ദം കൂടുതൽ അനുഭവപ്പെടുന്നത് കൊണ്ട് വിഷയസുഖങ്ങളിൽ രസം തോന്നാതാവും. അനുഭവിച്ചു കഴിഞ്ഞ വിഷയസുഖങ്ങൾ ഓർത്തുകൊണ്ടോ അനുഭവിച്ചിട്ടില്ലാത്തവ കൊതിച്ചുകൊണ്ടോ വിലയേറിയ വർത്തമാനകാലം ഒരു കർമ്മയോഗി പാഴാക്കില്ല. അതെ, ഈ ആദ്യത്തെ പാരഗ്രാഫ് പറയുന്നേ ബുദ്ധിയിലെ മോഹ കാലുഷ്യം നീങ്ങുമ്പോഴാണ് ശരിയായ വൈരാഗ്യം വരിക. എന്തിന്റെ നേരെ വൈരാഗ്യം എന്ന് കാണിക്കാൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന രണ്ട് പദങ്ങളാണ് ശ്രോതവ്യവും ശ്രുതവും. ശ്രോതവ്യവും ശ്രുതവും, ഈ രണ്ട് പദം. ഇപ്പൊ നമ്മൾ ഈ മോഹകാലുഷ്യം, ബുദ്ധിയിലെ മോഹകാലുഷ്യം, എന്ത് ഈ മോഹകാലുഷ്യത്തിന്റെ അർത്ഥം മനസ്സിലായോ? എന്ത് ഈ മോഹകാലുഷ്യം? ഇന്ദ്രിയസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണോ? അല്ല, തെറ്റിദ്ധാരണ. ബുദ്ധിയിലെ നമ്മൾ ചില കാര്യങ്ങളെ തെറ്റായി ധരിച്ചിരിക്കുക. മോഹം വെച്ചാല് നമ്മൾ പറയത്തില്ലേ എനിക്കൊരു മോഹം ഉണ്ടെന്നൊക്കെ. അപ്പൊ യൂഷ്വലായിട്ട് ഈ മോഹം നമ്മൾ വേറൊരു രീതി ഉപയോഗിക്കും. എന്റെ ആഗ്രഹം, എനിക്കൊരു മോഹമുണ്ട് കാശി പോകണമെന്ന്. പക്ഷെ ഈ മോഹം എന്ന് പറയുന്നത് ഈ സംസ്കൃതത്തിലെ തെറ്റിദ്ധാരണ എന്നുള്ളതാ. ബുദ്ധിയിലെ ഈ മോഹകാലുഷ്യം, ഈ തെറ്റിദ്ധാരണയാവുന്ന കാലുഷ്യം, അഴുക്ക് നീങ്ങുമ്പോഴാണ് ശരിയായ വൈരാഗ്യം വരിക. അപ്പൊ ഈ എന്തുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ? നമ്മൾ ഈ കേട്ടതും, നമ്മൾ പലതും കേട്ടിട്ടുണ്ട്, നമ്മൾ പല പല രീതികളും കേട്ടിട്ടുണ്ട്, ചിലതൊക്കെ ഇനിയും കേൾക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എത്രയോ നമ്മൾ പല ആൾക്കാരും പലവരും പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ഇനിയും എത്രയോ ആൾക്കാർ പറയുന്നത് കേൾക്കാനിരിക്കുന്നു. ഇതിന്റെ പുറത്താണ് നമ്മൾ പോയിക്കൊണ്ട്. നമ്മൾ ഇതുവരെ ആലോചിച്ച് നോക്കി, ഇതുവരെ നമ്മുടെ കൾച്ചർ എങ്ങനെയാ, നമ്മുടെ സംസ്കാരം എന്തുവാ, നമ്മൾ എവിടെന്നെങ്കിലും വായിച്ചിട്ടുള്ളതാണോ? നമ്മളിങ്ങനെ നമ്മുടെ മുതുമുത്തച്ഛന്മാരും അപ്പൂപ്പന്മാരും അവരൊക്കെ ഇങ്ങനെ അമ്പലത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന, അവര് കാണിക്കുന്ന കണ്ട് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ കണ്ട് അടുത്ത ജനറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം ആ ഡൈല്യൂഷൻ ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഏതെങ്കിലും നമ്മുടെ സംസ്കാരം നമ്മൾ എവിടെന്നെങ്കിലും ഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ചതാണോ?
നമ്മൾ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നതെല്ലാം നമ്മൾ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ചാണോ? അല്ലല്ലോ. മറ്റു മതസ്ഥരെ പോലെ നമുക്ക് ഗ്രന്ഥങ്ങൾ പഠിക്കുന്നില്ലല്ലോ. നമ്മൾ ചില പലരുടെ നിന്നും കേട്ടോണ്ടിരിക്കുന്നു. ഇനി അതേപോലെ നമ്മൾ ഇനി ഇപ്പൊ നമുക്കറിയാലോ, നേരത്തെ കേട്ടതല്ല, ഇനി ഓരോരുത്തർ ഓരോന്ന് പറയും. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും. നമ്മൾ എന്തെല്ലാം കഥകൾ ഇനി കേൾക്കാനിരിക്കുന്നു. ഇപ്പൊ കേട്ടതുപോലെ ഇങ്ങനെ ജീവിച്ചാൽ നമ്മൾ ഇനിയും അപ്പം ഈ കേട്ടതിനെയും കേൾക്കാൻ പോകുന്നതിനെയെല്ലാം നമ്മൾ കളയണം. അതാ പറയുന്നത്. അതാണ് നമ്മൾ വഴിതെറ്റിക്കുന്നത്. നമ്മൾ ഈ പാരമാർത്ഥ സത്യങ്ങളെ ഈ ഗ്രന്ഥങ്ങളിൽ കൂടെ അല്ലാതെ ഭാഗവതം, ഭഗവത്ഗീത, രാമായണം, മഹാഭാരതം, ഇതിനകത്ത് പറയുന്ന സത്യങ്ങൾ ഇതൊക്കെ ഓരോ കഥകളിൽ കൂടെ ആണെങ്കിലും ഇതിന്റെ ഓരോ തത്വങ്ങളാണ് കഥകളിൽ കൂടെ വരുന്നത്. അപ്പം ഇതിന്റെ എസൻസ് ആണ് ഭഗവത്ഗീത. ഈ ഭഗവത്ഗീത പഠിച്ച് ഈ തത്വങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ നമ്മൾ ഈ കേട്ടതിനെയും കേൾക്കാത്തതിനെയും എല്ലാം നമ്മൾ വിട്ടേ പറ്റൂ. അവിടാണ് നിസ്സംഗത്വം കൊണ്ടുവരേണ്ടത്. നമ്മൾ ഈ പലതും കേട്ട് നമുക്കിപ്പോ ഒരു പേടിയാ. ഈ കേട്ടത് നമ്മൾ ശീലിച്ചതിനൊക്കെ നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് ആ ശീലങ്ങളെ മാറ്റി നമുക്കൊരു ഭയമുണ്ട്. അന്നേരം അതാ പറയുന്നേ, എപ്പോൾ നിന്റെ ബുദ്ധി ഭ്രാന്തിദോഷത്തെ അതിക്രമിക്കുമോ അപ്പോൾ കേട്ടതിലും കേട്ടതിലും ഉദാസീനം, വിരക്തി വരണം. പറഞ്ഞേ, നമ്മൾ ഈ പാരമാർത്ഥ സത്യങ്ങൾ ഉൾക്കൊണ്ടാൽ നമുക്ക് ഇതെന്റെ നമ്മുടെ അനുഭവമായിട്ട് നമ്മൾ ഈ പാരമാർത്ഥ സത്യങ്ങൾ ഉൾക്കൊണ്ട് ഇതുവരെ നമുക്ക് സത്യം അറിയത്തില്ല. നമ്മൾ ഏതോ ഒരു സാങ്കല്പിക ലോകത്താ ഞാൻ കഷ്ടപ്പെടുന്നതിന് കാരണം ഞാനല്ല, എനിക്ക് അയ്യോ ഞാൻ മാത്രം എന്താ ഇങ്ങനെ. നമുക്കൊരു പല ചോദ്യങ്ങൾക്കും നമുക്ക് ആൻസർ ഇല്ലായിരുന്നു. ഇപ്പൊ അവസാനം ഇതൊന്നും എന്റെ തെറ്റല്ല, ദൈവം ഇങ്ങനെ ഇന്നത്തെ കാലത്തെല്ലാം പക്ഷപാതമാണ്, ഇങ്ങനെ നമ്മൾ നല്ല ആൾക്കാർക്ക് അധർമ്മകളുടെ കൂടാണ് ദൈവം. നമ്മൾ പലരും ആ അനുഭവം കൊണ്ട് നമ്മൾ വേറെ പല രീതിയിൽ ചിന്തിച്ചു കൂട്ടുക. അങ്ങനെയാണ് ആൾക്കാർ ഓരോ തിയറിയും ഉണ്ടാക്കും. ഇതിനെല്ലാം നമ്മൾ എന്നിട്ട് ഇതൊക്കെ മാറ്റാനോ നമ്മൾ ഇതിന്റെയൊക്കെ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട് അമ്പലങ്ങളിൽ. ഓരോ അത് കഴിഞ്ഞാൽ ഇത് മാറ്റും, ഞാൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യൂ. ഇതൊക്കെ നമ്മൾ ഈ പാരമർശങ്ങളെ അറിഞ്ഞ് ഈ കേട്ടതിനെയും കേൾക്കാൻ പോകുന്നതിനെല്ലാം നമ്മൾ വിട്ട് നമ്മുടെ ഈ സ്വഭാവത്തിനെ ഈ രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭ്രാന്തിദോഷം ഈ ഭ്രാന്തിദോഷം എങ്ങനെ ഉണ്ടാവുന്നതാ? അതിന്റെ അടുത്തൊരു പോയിന്റ്, ഇത് മായ. ഇതെല്ലാവരും മായ നമ്മൾ പറയും. എന്തോ ഈ മായ എന്ന് പറയുന്നേ? ആവരണ വിക്ഷേപം. ആവരണം വെച്ചാൽ ഒന്നിനെ കവർ ചെയ്യുന്നു. ഏതിനെ കവർ ചെയ്യുന്നു? സത്യത്തിനെ കവർ ചെയ്യുകയും സത്യമല്ലാത്ത ഒന്നിനെ ചൂണ്ടിക്കാണ്ടി പറയുവാണ് അതാണ് സത്യം. ഇതാണ് വിക്ഷേപം. നമുക്കുണ്ടാക്കുന്ന ഒരു തോന്നലാണ് നമുക്ക് ഉണ്ടാക്കുന്ന സങ്കല്പമാണ് ആവരണം. ഒന്നിനെ ആവരണം വെച്ചാൽ കവർ ചെയ്യുക. ഏതിനെ കവർ ചെയ്യുന്നു? സത്യത്തെ കവർ ചെയ്തുകൊണ്ട് സത്യമല്ലാത്ത ഒന്നിനെ കാണിച്ചു തരിക. അതാണ് സത്യം തന്നെ. നമ്മളെ നാളെ ഒരാൾ നമ്മളെ കബളിപ്പിക്കുക, മറച്ചു വെച്ചോണ്ട് കണ്ടേ അവിടെ വേറൊന്ന് കാണിച്ചു തരുക, അതാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു സംഗതി. ഇതിനെയാ മായ എന്ന് പറയുന്നത്. എന്തിനാ മറയ്ക്കുന്നേ? എന്നിലിരിക്കുന്ന എന്നെ നിലനിർത്തുന്ന ഒരു ശക്തിയെ മറയ്ക്കുന്നു. ഈ ശക്തിയല്ല ഞാന്, ഈ ദേഹമാണെന്ന് ചൂണ്ടിക്കാണിക്കുക. ഇതാ മായയുടെ പരിപാടി. ഈ ദേഹമാണെങ്കിലോ ഈ ദേഹമായിട്ട് ബന്ധപ്പെട്ടതല്ല എനിക്ക് പ്രശ്നങ്ങളാ. എന്റെ ദേഹം എനിക്കൊരു പ്രശ്നമാ, എന്റെ ദേഹമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളും എല്ലാവരും ഒരു പ്രശ്നമാ. ഈ സാധനങ്ങളല്ല, ഭൗതികമായ സാധനങ്ങളല്ല, ഞാനോട് ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ടതല്ല എനിക്ക് പ്രശ്നങ്ങളാ. അപ്പം ഇതൊക്കെയാണ് സത്യം. ഞാൻ സത്യമാണ്, എനിക്കൊരു ശരീരമില്ല, ഞാനാണ് സത്യം. അപ്പം ഈ അഹന്ത, ഞാൻ എന്നുള്ള ഭാവം, ഞാനാണ് എല്ലാം, ഞാൻ പറഞ്ഞിട്ടാണ് എല്ലാം നടന്നത്, ഞാൻ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഇതെല്ലാം ചെയ്തു കൂട്ടി. അപ്പം ഇത് ഞാൻ എന്നുള്ള ഭാവം, ഈ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെ എന്റെ ആൾക്കാരാണ്. എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കള്, എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ ബന്ധുക്കള്, ഇങ്ങനെ പിന്നെ ഞാൻ ഉണ്ടാക്കിയ വസ്തുക്കള്. ഈ മൂന്നിലിട്ട് ഇതാണ് എന്നെ നിലനിർത്തുന്നത്. ഈ ഞാൻ ഉണ്ടാക്കിയിട്ട വസ്തുക്കള് ഒന്നും ഉണ്ടാക്കിയാലും എനിക്ക് ഈ വസ്തുക്കളൊക്കെ എന്റെ പണം, ഞാൻ ഉണ്ടാക്കിയ പണമെല്ലാം ഇതാണ് എന്റെ ആസ്തി, ഇതാണ്. അപ്പം നമുക്കറിയാം, ചിന്തിച്ചു നോക്കിയാൽ അറിയാം, ആ സമയത്ത് ഏതൊക്കെ ഉണ്ടെങ്കിലും അതിന് കാർമിക് എഫക്റ്റ് ഉണ്ടെങ്കിലേ അത് ഉപകരിക്കത്തുള്ളൂ. നമ്മൾ എത്ര കൂട്ടി വെച്ചാലും എത്ര ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് ഒരു പ്രത്യേക സമയത്ത് കർമ്മഫലം അനുസരിച്ചുള്ള കാര്യങ്ങളെ നടക്കുന്നുള്ളൂ. നമ്മൾ ഈ ഇമാജിൻ ചെയ്യുന്ന പോലെ അല്ല കാര്യങ്ങൾ റിയാലിറ്റിയിൽ നടക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ നടക്കുന്നതും സങ്കല്പിക്കുന്നതും വേറെ രീതിയില്, റിയാലിറ്റി വേറെ രീതിയില്. അപ്പം നമ്മൾ ഈ പാരമാർത്ഥങ്ങളെ അറിഞ്ഞു കഴിഞ്ഞാല് അതിനെ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഇതിനെല്ലാം ഒരേപോലെ കാണാൻ കഴിയും. അതേസമയത്ത് ഈ മായയുടെ പ്രവൃത്തിയിലോ നമ്മളെല്ലാം ദുരിതത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്നത്, നമ്മൾ ഈ മായയിൽ നിന്ന് മാറണം എന്ന് വെച്ചാൽ ഈ മായയുടെ ഇതിൽ നിന്ന് എഫക്റ്റിൽ നിന്ന് എങ്ങനെ മാറും? നമ്മൾ ഈ പാരമാർത്ഥ സത്യങ്ങളെ ഉൾക്കൊള്ളിടത്തോളം കാലം നമ്മൾ ഈ മായയിൽ കുരുങ്ങി നമ്മുടെ ജീവിതം ദുരിതത്തിലോട്ട് നീങ്ങും.
ഇപ്പം ഈ മായ ആവരണ വിക്ഷേപം അതാണ് ഒരു മനുഷ്യൻ ജനിക്കുമ്പോ തന്നെ ഈ പരമാത്മ ചൈതന്യത്തിനെ മറച്ചുകൊണ്ട് ആ ജനന സമയത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ് ഇതാ. ശരീരമാണ് ഞാനെന്നുള്ള തോന്നല വെളിയിലോട്ട് വരുന്നത്. അതുവരെ അങ്ങനെ ഇല്ല. അപ്പൊ ഈ ശരീരമാണെന്ന് തോന്നൽ വരുന്ന എപ്പോഴാ? ജനനത്തോടി അറിയാറാവുന്നതോടി ഞാൻ ശരീരമാണെന്നുള്ള മായയിലോട്ട് അങ്ങ് ഫിക്സ് ആകുക. ഞാൻ പരമാത്മ ചൈതന്യത്തിന്റെ ഒരു അംശമാണ് ഞാൻ. അതാണ് താൻ, തന്നിലെ താന്. ഈ ശരീരമാണ് ഞാൻ. ഈഗോ ആണ് ഈ ശരീരത്തിനെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ രണ്ട് ഫാക്ടർ, അപ്പൊ ഈ മായ നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം. മായയിൽ നിന്ന് മുക്തി നേടണമെങ്കിലോ നമ്മൾ ഈ പാരമാർത്ഥ സത്യങ്ങളിൽ ഉറച്ചു നിൽക്കണം. നമ്മൾ നേരത്തെ പറയുമല്ലോ, ഒരു കടലിലെ തിരമാലകളിൽ കിടക്കുന്ന ഒരു പൊങ്ങുതടി പോലെ ഉയർന്നും താണും പോണോ, അതേ സമയത്ത് ഒരു ദീപസ്തംഭം പോലെ ഉറച്ചു നിൽക്കുന്നു. എവിടെ ഉറച്ചു നിൽക്കണം? നമ്മളെ നിലനിർത്തുന്ന ശക്തിയിൽ ഉറച്ചു നിന്നാൽ ഏത് അനുഭവങ്ങളും വന്ന് തട്ടിത്തെറിച്ചു പോകും. അതിനെ നമ്മളെ കുലുക്കാൻ പറ്റത്തില്ല. ഒരു ദീപസ്ഥനെയും ഒരു തിരമാലയും വന്ന് അടിച്ച് താഴെ ഇടുന്നില്ലല്ലോ. അതേസമയത്ത് ഒരു പൊങ്ങുതടിയാണെങ്കിലോ അതിനെ അങ്ങോട്ടെടുത്ത് അടിക്കും ഇങ്ങോട്ടടിക്കും, എവിടെ അത് വിചാരിക്കുന്ന പോലെ പല രീതിയിൽ പോയി ചിതറിപ്പോവും. അതിങ്ങനെ അത് എക്സോസ്റ്റ് ആവും. അപ്പം നമ്മൾ ഈ മായയിൽ കുടുങ്ങാതെ പാരമാർത്ഥ സത്യത്തെ അറിഞ്ഞ് നമ്മൾ കർമ്മയോഗത്തിൽ കൂടെ ബുദ്ധിയോഗത്തിൽ കൂടെ നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ശാന്തിയിലോട്ട് പോകാൻ ഇതിനകത്ത് പറയുന്നു. ഇതിനകത്ത് പറഞ്ഞതേ ചുമ്മാ നമ്മളുടെ ഈ മായ എന്ന് പറയുന്ന ഈ ശക്തി കാരണം നമ്മുടെ ബുദ്ധി ആവരണം ചെയ്തിരിക്കുവാണ്. ബുദ്ധിയെ അല്ലെ ഒരു വ്യാമോഹത്തിൽ വെച്ചേക്കുവാണ്. മായ എന്ന് പറഞ്ഞ കാരണം, അതിന്റെ കാര്യമായിട്ട് നമുക്ക് ഭ്രാന്തി ദോഷം വരുന്നു. ബുദ്ധിക്ക് മായ കാരണം നമ്മുടെ ബുദ്ധിക്ക് ഭ്രാന്തി ദോഷം വരുന്നു. അപ്പൊ നമുക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ആ മായ അതിക്രമിച്ചാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ കർമ്മയോഗത്തിലൂടെ നമ്മൾ ഈ നമ്മുടെ അന്ധകരണം ശുദ്ധമാകുമ്പോൾ നമ്മുടെ കർമ്മയോഗ മായയെ അതിജീവിക്കാൻ മാർഗം എന്താ? ആദ്യം ഈ സത്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ജ്ഞാനം, നമ്മുടെ ഇത് അറിവ്, നമുക്ക് ശരിക്കും ഞാൻ ആരാണ് എന്നുള്ള അറിവ് വരുമ്പം ആ മായ അതിക്രമിക്കാൻ പറ്റും. പിന്നെ അതിന്റെ കൂടെ നമ്മുടെ കർമ്മയോഗം എല്ലാം ഉണ്ടല്ലോ. ശ്രവണം, മനനം, നിധിധ്യാസം, ഇതിൽ കൂടെ മായ അതികടക്കാൻ പറ്റത്തുള്ളൂ. അതികടക്കാൻ പറ്റും. അങ്ങനെ അതിക്രമിക്കുമ്പോൾ ഈ ഇപ്പൊ പറഞ്ഞതില്ലേ, ഈ നമ്മുടെ വിഷയാനുഭവങ്ങൾ, വിഷയസുഖങ്ങളുടെ ഒരു എക്സാമ്പിൾ ആണ് ഈ കേൾവിയുടെ കാര്യം പറഞ്ഞത്. കേട്ടതും കേൾക്കാനിരിക്കുന്നതും. കേൾവി എന്നുള്ളത് നമ്മൾ കാതി കൂടെ കേൾക്കുന്ന മാത്രമല്ല, ഈ 5 ഇന്ദ്രിയ സുഖങ്ങളെയും പറയുക നമ്മളിതൊരു അനുഭവിച്ചത്. അതെ, ഇതേവരെ അനുഭവിച്ച വിഷയസുഖങ്ങളും ഇനി അനുഭവിക്കാനുള്ള വിഷയസുഖങ്ങളോടും ഒക്കെ വിരക്തി വരുന്നു ഇതറിയുമ്പോ. ഈ മായയെ കവർ ചെയ്തിരിക്കുന്ന ബുദ്ധിദോഷം കൊണ്ട് നമ്മൾ അറിയാതിരിക്കുകയായിരുന്നു. അതിനെ നമ്മൾ മറികടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മള് ജ്ഞാനം കൊണ്ടും നമ്മുടെ കർമ്മയോഗം കൊണ്ടും നമ്മൾ അതിനെ മറികടക്കുമ്പോൾ നമുക്ക് ഈ വിഷയസുഖങ്ങളിലോട്ടുള്ള ആസക്തി ഓട്ടോമാറ്റിക്കലി വിട്ടുപോകുന്നു. അതിനോടുള്ള ആസക്തി കുറഞ്ഞു വരും ഓട്ടോമാറ്റിക്കലി. നമുക്ക് പ്രത്യേകിച്ച് ഇതിനെ കൂടുതൽ അറിയും തോറും എന്ന് പറഞ്ഞാൽ നമ്മുടെ അജ്ഞാനപറ നേർത്ത് വരുന്നതോടെ ആത്മാനന്ദം കൂടുതൽ അനുഭവപ്പെടുന്നത് കൊണ്ട് വിഷയസുഖങ്ങളിൽ നമുക്ക് രസം തോന്നാതാവും. അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത് അല്ലേ? വിരക്തി തോന്നും. അതെ, അങ്ങനെ നമ്മുടെ ഇത് വിരക്തി വന്നോളും. ഓട്ടോമാറ്റിക്കലി വിരക്തി വന്ന് ഉദാസീന ഭാവം കൈവരും എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അതെ. ഇത് നമുക്ക് ഇന്ന് നമുക്ക് ആർക്കും പറയാനുണ്ടോ? ഗേജിക്ക് വല്ലതും പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. കേട്ടോണ്ടിരുന്ന ഞാനല്ല. നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. നാളെ തൊട്ട് 8:30 to 9, 3 തൊട്ട് 3:30 വരെ എന്നുള്ളത്. 4 പേരെ കയറിയുള്ളൂ ഇന്ന്. എല്ലാവർക്കും പറ്റുമോ? ആരും കയറാൻ പറ്റാത്തോണ്ടാണോ ഈ സമയം ആയതുകൊണ്ട്? അതെ. നാളെ തൊട്ട് 3 മണി തൊട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യാം. ശരി, നമുക്ക് നാളെ കാണാം. ശരി.